പ്രേം നസീറിനെ കുറിച്ച് പറയുമ്പോൾ ചില ബുദ്ധിജീവികൾക്ക് പുച്ഛമാണ്. അഭിനയിക്കാൻ അറിയില്ല, അമിതാഭിനയമാണ്, റൊമാൻറ്റിക് വേഷങ്ങൾ ചെയ്യാൻ മാത്രമേ പറ്റൂ എന്നൊക്കെയാണ് ബുദ്ധിജീവികൾ പ്രേം നസീറിനെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം താരപരിവേഷത്തോടെ നിറഞ്ഞു നിന്ന കാലത്തും ഇത്തരം ബുദ്ധിജീവികളുടെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും പി എൻ മേനോനൊക്കെ പ്രേം നസീറിനെ ശക്തമായി എതിർത്ത വ്യക്തിയാണ്. പ്രേം നസീർ ഒരു കാലത്ത് മലയാളത്തിലെ കമ്മ്യൂണിസ്റ്റ് സിനിമയുടെ ഭാഗമായിരുന്നു. പക്ഷേ അദ്ദേഹം നല്ല വേഷങ്ങൾ ചെയ്യാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു എന്നത് ശ്രദ്ധേയം. അസുരവിത്ത്, എം ടിയുടെ അസുരവിത്തിലെ കഥാപാത്രം എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അദ്ദേഹം പടയോട്ടത്തിലെ ആ രാജകുമാരൻ്റെ കഥാപാത്രം, പിന്നീട് പ്രതികാരദാഹിയായി മാറുന്ന ആ രാജകുമാരൻ്റെ കഥാപാത്രം എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അസ്തമിക്കാത്ത പകലുകൾ എന്ന ചിത്രത്തിലെ ഭ്രാന്തനായ അധ്യാപകന്റെ വേഷം മനോഹരമായി അദ്ദേഹം ചെയ്തു. ഹാസ്യവും അദ്ദേഹത്തിന് നന്നായി വഴങ്ങുമായിരുന്നു. ഭൂമി ദേവി പുഷ്പണിയായി, മറുനാട്ടിലൊരു മലയാളി എന്നീ സിനിമകൾ കണ്ടു നോക്കുക. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ഹാസ്യരംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോഴും നമ്മൾ പൊട്ടിച്ചിരിച്ചു പോകും ആ സിനിമയിലെ അദ്ദേഹത്തിന്റെ ഹാസ്യരംഗങ്ങൾ കണ്ടാൽ. ഒരുപാട് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിന് അദ്ദേഹത്തിന് അവസരം ആരും കൊടുത്തില്ല എന്നതാണ് സത്യം. പ്രേം നസീറിനെ പേടിപ്പിച്ച ഒരേ ഒരു കഥാപാത്രമേ. ആ കഥാപാത്രത്തെ കുറിച്ചാണ് സിനിമ കേരള പറയുന്നത്. പ്രേം നസീർ പേടിച്ചു പോയ ഒരു കഥാപാത്രം ഇരുട്ടിന്റെ ആത്മാവിലെ ഭ്രാന്തൻ വേലായുധനാണ്. എം ടി കഥയും തിരക്കഥയും എഴുതി പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ഇരുട്ടിന്റെ ആത്മാവിലെ ഭ്രാന്തൻ വേലായുധൻ. ഇരുട്ടിന്റെ ആത്മാവ് സിനിമയാക്കാനൊരുങ്ങുമ്പോൾ എം ടിയുടെ മനസ്സിൽ ഭ്രാന്തൻ വേലായുധനായി കണ്ടത് നെല്ലിക്കോട് ഭാസ്കരനായിരുന്നു. നെല്ലിക്കോട് ഭാസ്കരൻ ഭ്രാന്തൻ വേലായുധനായാൽ നന്നായി ശോഭിക്കും എം ടി പറഞ്ഞു പി ഭാസ്കരനോട്. പക്ഷേ നെല്ലിക്കോട് ഭാസ്കരനെ വെച്ച് സിനിമ മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പി ഭാസ്കരൻ എം ടിയോട് പറഞ്ഞു. പകരം പ്രേം നസീറിനെ ഭ്രാന്തൻ വേലായുധനാക്കാൻ പി ഭാസ്കരൻ തീരുമാനിക്കുകയും എം ടി അതിന് വഴങ്ങിക്കൊടുക്കേണ്ടി വരികയും ചെയ്തു. ഭ്രാന്തൻ വേലായുധന്റെ വേഷം ചെയ്യാൻ പ്രേം നസീറിനെ പി ഭാസ്കരൻ വിളിക്കുമ്പോൾ പ്രേം നസീർ ആ ചെറുകഥയൊന്ന് വായിച്ചു. ഇരുട്ടിന്റെ ആത്മാവെന്ന ചെറുകഥ. പേടിച്ചുപോയി. അദ്ദേഹം പേടിച്ചു പറിച്ചുപോയി. തനിക്കെങ്ങനെ ഇങ്ങനെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പറ്റും? പ്രേം നസീർ എപ്പോഴും ഗുരുതുല്യനായി കണ്ടിരുന്നത് വിൻസെന്റ് മാഷിനായിരുന്നു. സംവിധായകനും ഛായാഗ്രാഹകനുമായ വിൻസെന്റ് മാഷിനെ. പ്രേം നസീർ ഇക്കാര്യം ആദ്യമായി ചർച്ച ചെയ്തത് വിൻസെന്റ് മാഷിനോടാണ്. അപ്പോൾ വിൻസെന്റ് മാഷ് പറഞ്ഞു, ഒരു ഭ്രാന്തന്റെ ചലനമെന്നാൽ ഒരു കുഞ്ഞ് ഭ്രൂണത്തിലിരിക്കുന്നത് പോലുള്ള ഒരു ഇരിപ്പാണ് മനോനില തെറ്റിയ ഒരാളുടെ ഇരിപ്പ്. ഒരു കുഞ്ഞെങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ ഇരിക്കുക. അതാണ് വിൻസെന്റ് മാഷ് പ്രേം നസീറിന് പറഞ്ഞു കൊടുത്തത്. ഇരുട്ടിന്റെ ആത്മാവെന്ന ചിത്രം കണ്ടിട്ടില്ലാത്തവർ ആ ചിത്രം ഒന്ന് കണ്ടു നോക്കുക. അതിൽ പല രംഗത്തും ഒരു കുഞ്ഞു ഭ്രൂണത്തിലിരിക്കുന്നത് പോലെ പ്രേം നസീർ ചടച്ചൊതുങ്ങി ഇരിക്കുന്ന രംഗം കാണാം. ഇരുട്ടിന്റെ ആത്മാവ് പ്രേം നസീർ അഭിനയിച്ചതോടുകൂടി അതൊരു വലിയ ഹിറ്റായി മാറി. പ്രേം നസീറിന്റെ കരിയറിലെ അവിസ്മരണീയമായ കഥാപാത്രമായി മാറി. എപ്പോഴും കഥാപാത്രത്തിന് വേണ്ടി വിശന്നിരുന്ന നടനായിരുന്നു പ്രേം നസീർ. നല്ല വേഷങ്ങൾക്ക് വേണ്ടി വിശന്നിരുന്ന നടൻ. നല്ല വേഷങ്ങൾ കിട്ടിയാൽ കയ്യൊഴിയാത്ത നടൻ. അതൊക്കെയായിരുന്നു പ്രേം നസീർ. പ്രേം നസീറിന്റെ കഥകൾ ഒരുപാട് പേർ പറയുന്നുണ്ട്. നല്ലതും ചീത്തയുമായ കഥകൾ സിനിമാ കേരള തന്നെ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ നല്ല വശങ്ങൾ ഒരുപാടുണ്ടായിരുന്നു പ്രേം നസീറിന്. അതുകൊണ്ടാണ് താൻ അഭിനയിച്ച ഒരു സിനിമ പരാജയപ്പെട്ടാൽ ആ നിർമ്മാതാവിനും സംവിധായകനും അടുത്ത സിനിമയ്ക്കുള്ള ഡേറ്റ് അദ്ദേഹം നൽകുന്നത്. ഇന്നത്തെ സൂപ്പർ താരങ്ങൾ അങ്ങനെ ചെയ്യുമോ? ഒരു സിനിമ പരാജയപ്പെട്ടാൽ ആ സംവിധായകനെ ആട്ടിയകറ്റും ഇന്നത്തെ സൂപ്പർ താരങ്ങൾ. അത് മോഹൻലാൽ ആയാലും ശരി, മമ്മൂട്ടി ആയാലും ശരി, പൃഥ്വിരാജ് ആയാലും ശരി, ആസിഫ് അലി ആയാലും ശരി. പക്ഷെ പ്രേം നസീർ അങ്ങനെയല്ലായിരുന്നു. ഒരു സിനിമ പൊട്ടിപ്പോയാൽ ആ സംവിധായകനെയും നിർമ്മാതാവിനെയും ചേർത്ത് പിടിക്കുമായിരുന്നു പ്രേം നസീർ. അതാണ് പ്രേം നസീറിന്റെ സവിശേഷമായ ഒരു സ്വഭാവം. നല്ല കഥാപാത്രങ്ങൾ കിട്ടാനായി അദ്ദേഹം ഒരുപാട് അലഞ്ഞു.
പക്ഷേ അദ്ദേഹത്തിനെ തേടി വന്നതെല്ലാം റൊമാൻറ്റിക് വേഷങ്ങളായി. റൊമാൻറ്റിക് വേഷങ്ങളുടെ ചതുരക്കള്ളിയിൽ അദ്ദേഹത്തെ ഒതുക്കിക്കളഞ്ഞു. പ്രേം നസീർ അസാധ്യനായ ഒരു നടനാണ്. ഹാസ്യമായാലും ശൃംഗാരമായാലും ശോകമായാലും ദുഃഖമായാലും ഒക്കെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് നല്ല കഴിവുണ്ടായിരുന്നു. അതാണ് പ്രേം നസീറിൻ്റെ പ്രത്യേകത. അതാണ് പ്രേം നസീറിൻ്റെ ഏറ്റവും വലിയ മികവ്. പ്രേം നസീർ വിചാരിച്ചതുപോലെ അവിസ്മരണീയമായ വേഷങ്ങളൊന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല. മുറപ്പെണ്ണ്, അസുരവിത്ത്, ഇരുട്ടിൻ്റെ ആത്മാവ്, പടയോട്ടം, അസ്തമിക്കാത്ത പകലുകൾ എന്നിങ്ങനെയുള്ള കുറച്ച് ചിത്രങ്ങളിൽ മാത്രമേ നന്നായി അഭിനയ തികവ് പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. ഇരുട്ടിൻ്റെ ആത്മാവിലെ ആ ഭ്രാന്തൻ വേലായുധൻ പ്രേം നസീർ അല്ല മറ്റൊരു നടനാണ് അഭിനയിച്ചിരുന്നെങ്കിൽ കയ്യിൽ നിന്ന് വഴുതിപ്പോകുമായിരുന്നു. അതിൽ പ്രേം നസീർ ഭ്രാന്തൻ വേലായുധനായി ജീവിക്കുകയായിരുന്നു. ഭ്രാന്തൻ വേലായുധനായി ജീവിച്ച പ്രേം നസീർ ഭ്രാന്തൻ വേലായുധൻ്റെ ചേഷ്ടകളും ഭ്രാന്തൻ വേലായുധൻ്റെ മനോവ്യാപാരങ്ങളിലെ വൈവിധ്യങ്ങളും ഒക്കെ മനഃപ്പാടമാക്കിയിരുന്നു. പ്രേം നസീർ നല്ലൊരു നടനായിരുന്നു. ദേശീയ അവാർഡ് വരെ കിട്ടേണ്ട നടൻ. പടയോട്ടം എന്ന സിനിമയിലെ പ്രതികാരദാഹിയായ നായകൻ്റെ വേഷം മറ്റാര് ചെയ്താൽ ശരിയാകും? ആർക്കും ചെയ്യാൻ പറ്റില്ല. അത് പ്രേം നസീറിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതാണ് നസീർ സാറിൻ്റെ പ്രത്യേകത. മതേതരത്വത്തിൻ്റെ വക്താവും കൂടിയായിരുന്നു പ്രേം നസീർ. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം തിരുവനന്തപുരത്ത് ചിറയൻകീഴാണ്. പൊളിറ്റിക്സ് കേരളയുടെ ഓഫീസിൽ നിന്ന് കുറച്ച് മാറിയുള്ള ചിറയൻകീഴ് എന്ന ഗ്രാമത്തിൽ അവിടെ ഒരു ശാർക്കര ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന് ഒരു ആനയെ വാങ്ങാൻ ഭാരവാഹികൾ തീരുമാനിച്ചപ്പോൾ ആദ്യ സംഭാവനയ്ക്കായി എത്തിയത് പ്രേം നസീറിൻ്റെ അടുത്ത്. അവർ പ്രതീക്ഷിച്ചത് ഒരു നല്ലൊരു തുക. പക്ഷേ പ്രേം നസീർ വാങ്ങിക്കൊടുത്തത് ഒരു സുന്ദരൻ ആനയെ. അതാണ് പ്രേം നസീറിൻ്റെ പ്രത്യേകത. പൊളിറ്റിക്സ് കേരള സ്ഥിതി ചെയ്യുന്ന ഓഫീസിന് തൊട്ടപ്പുറത്ത് ഒരു ഗുരുമണ്ഡപമുണ്ട്. ആ ഗുരുമണ്ഡപം ശ്രീനാരായണ ഗുരുവിൻ്റെ മണ്ഡപം. ആ മണ്ഡപം ഉദ്ഘാടനം ചെയ്തത് പ്രേം നസീർ. അന്ന് പ്രേം നസീർ താരപരിവേഷത്തിൽ നിറഞ്ഞു നിന്ന കാലം. ആ താരപരിവേഷമെല്ലാം മാറ്റിവെച്ച് പ്രേം നസീർ ആ ഗുരുമണ്ഡപം ഉദ്ഘാടനം ചെയ്യാനെത്തി. പേട്ടയിലെ പഴമക്കാരുടെ മനസ്സിൽ അതിപ്പോഴുമുണ്ട്. വല്ലാത്തൊരു വ്യക്തിത്വമായിരുന്നു പ്രേം നസീർ. ഭയങ്കര റേഞ്ചുള്ള നടനായിരുന്നു പ്രേം നസീർ. ആ റേഞ്ച് പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെതായ ഒരു വീഴ്ചയാണ്. കാരണം നല്ല കഥാപാത്രങ്ങളെ തേടി അദ്ദേഹം പോയില്ല. സത്യൻ അങ്ങനെയല്ലായിരുന്നു. സത്യൻ നല്ല കഥാപാത്രങ്ങളെ തേടി പോവുകയും നല്ല കഥാപാത്രങ്ങൾ കണ്ടെത്തുകയും ആ കഥാപാത്രങ്ങളെ വിഭിന്നമായ രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. പ്രേം നസീറിന് അത് കഴിഞ്ഞില്ല. അത് പ്രേം നസീറിൻ്റെ വീഴ്ച തന്നെയാണ്. പക്ഷേ നമ്മുടെ സംവിധായകരും നിർമ്മാതാക്കളും പ്രേം നസീറിനോട് ചെയ്ത ചതി ഇരുട്ടിൻ്റെ ആത്മാവ് പോലെ, പടയോട്ടം പോലെ, അസ്തമിക്കാത്ത പകലുകൾ പോലെ, മുറപ്പെണ്ണ് പോലെ, അസുരവിത്ത് പോലെ ഒരു വേഷം അദ്ദേഹത്തിന് കൊടുത്തില്ല. കൊടുക്കാൻ സമ്മതിച്ചതുമില്ല.